വയനാട്ടിലെ ബത്തേരി ബാങ്ക് നിയമനക്കൊഴയിൽ ഒരു പരാതി കൂടി. നെന്മേനി താമരച്ചാലിൽ ഐസക്കാണ് പോലീസിൽ പരാതി നൽകിയത്. IC ബാലകൃഷ്ണന്റെയും PV ബാലചന്ദ്രന്റെയും പേരുകൾ ഉൾപ്പെടുത്തിയാണ് പരാതി. വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഈ പരാതിയുടെ പശ്ചാത്തലം എന്താണ്? ലക്ഷ്മി, തീർച്ചയായും ഇത് മാധ്യമങ്ങളോട് പറയാൻ തയ്യാറായ ഒരാളാണ് ഐസക് താമരച്ചാലിൽ. എന്നാൽ അദ്ദേഹം അത് ഔദ്യോഗികമായി ആ ഘട്ടത്തിൽ പരാതി നൽകിയിരുന്നില്ല. 17 ലക്ഷം രൂപ തന്റെ മകന്റെ ജോലിക്ക് വേണ്ടി നൽകിയെന്നും അതിൽ 9 ലക്ഷം രൂപ ഇനിയും തിരിച്ചു കിട്ടാനുണ്ട് എന്നുമാണ് അന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം അത് വെളിപ്പെടുത്തിയത്. അദ്ദേഹമാണ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രത്യേക അന്വേഷണ സംഘം DYSP അബ്ദുൾ ഷെരീഫിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. IC ബാലകൃഷ്ണന്റെയും PV ബാലചന്ദ്രന്റെയും അന്നത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന PV ബാലചന്ദ്രൻ, MLA ആയിരുന്ന IC ബാലകൃഷ്ണൻ എന്നിവരുടെ അറിവോടെയാണ് പണം വാങ്ങുന്നതെന്ന് മരണപ്പെട്ട NM വിജയനും അദ്ദേഹത്തിന്റെ സഹായിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് പ്രേമനും പറഞ്ഞുവെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. നിലവിൽ നിയമനവുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് DYSPയുടെ മുന്നിലുള്ളത്. ഇപ്പോൾ 4മതൊരു കേസ് കൂടെ വന്നു എന്നതാണ്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ പരാതി വന്നത്. ഇന്ന് IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെ ചോദ്യം ചെയ്ത ദിവസമായിരുന്നു. നാളെയും മറ്റന്നാളും IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്തതിന് ഇടയ്ക്കാണ് ഇദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഒരാൾ ഇപ്പോൾ നിയമനക്കൊഴയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം DYSPക്ക് മുന്നിൽ പരാതി നൽകിയതെന്നാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ രതീഷ്, വ്യക്തമാണ്. വയനാട്ടിലെ ബത്തേരി ബാങ്ക് നിയമനക്കൊടിയിൽ ഇതാ ഒരു പരാതി കൂടി എത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ.